അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. വിശ്വാസികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകൾ അവർ ബർസഹിയായ ലോകത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിൽ താമസിക്കുന്ന പ്രത്യേകം പക്ഷിക്കുഞ്ഞുകൾ അവരുടെ റൂഹിനെ റാഞ്ചിക്കൊണ്ടുപോകും. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? സ്വർഗീയ ലോകം ചുറ്റിക്കറങ്ങി കാണിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയവരിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഹിജറ 2-ാം വർഷം പരിശുദ്ധ റമദാൻ 17-ന്റെ അന്നാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകളുടെയും റൂഹിനെയും സ്വർഗീയ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോയി അവർ കാണിപ്പിച്ചു കൊടുത്തു സ്വർഗീയ ലോകം. തിരിച്ചു വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് അവരോട് ചോദിക്കുകയാണ്, ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ? ആവർത്തിച്ച് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് ഭൂമിയിലേക്ക് പോകണം. എന്തിനാണ്? മാതാപിതാക്കളെ കാണാനല്ല, ഇണയെ കാണാനല്ല, മക്കളെ കാണാനല്ല, ഉറ്റവരെ ഉടയവരെ ഒരാളെയും കാണാനല്ല. ഞങ്ങൾക്കൊന്നും കൂടെ ഒരിക്കൽ കൂടെ യുദ്ധം ചെയ്തിട്ട് ഷഹീദായി ഇതുപോലെ ഞങ്ങൾ ബർസഹിയായ ലോകത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗീയ പക്ഷികൾ ഞങ്ങളെ റാഞ്ചി കണ്ടുപോയി ആ സ്വർഗം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ ഞങ്ങൾക്ക് ഇനിയും ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അത് നടക്കാത്ത കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതങ്ങനെ തന്നെയാണല്ലോ. ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരിച്ച ആളുകൾ പിന്നെ യൗമുൽ ഖിയാമ വരെ ബർസഖിയായ ലോകത്തിലേക്ക് പിന്നെ ഭൂമിക്കും പിന്നെ ദുനിയാവിലേക്ക് മടങ്ങുന്ന ഐഹിക ജീവിതത്തിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥയില്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്നാൽ ഒരു ആഗ്രഹമുണ്ട്. ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടില്ലാത്ത ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ദുനിയാവിൽ ഇപ്പോഴും ഐഹിക ലോക ജീവിതത്തിലുണ്ടല്ലോ, അവർക്കൊക്കെ ഈ വാർത്ത ഒന്ന് അറിയിക്കണം. ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അറിയിക്കണം. അതിനെന്താ മാർഗം? അത് അവർ അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ബദരീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുകയാണ്. എന്താണ് വഹി? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും മരിച്ചവരാണ് എന്ന് അവരെ കുറിച്ച് പറയരുതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയും അവർ ഭക്ഷണം വെള്ളവും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹി ഇറക്കി കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നിന്നും ഈ സംഭവത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ട പാഠം എന്താണ്? ഏറ്റവും ശ്രേഷ്ഠരായ ഔലിയാക്കന്മാർ ബർസഹിയായ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഭൂമിയിലുള്ള നേതാവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ വഹി ആവശ്യം വേണ്ടി വന്നു എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നിന്ന് ബർസഹിയായ ലോകത്തിലേക്കോ ബർസഹിയായ ലോകത്ത് നിന്ന് ഇവിടേക്കോ ഒരു കണക്ഷൻ ഇല്ല എന്നതാണ് ഇത് കൃത്യമായി പഠിപ്പിക്കുന്നത്. ആകെ ഒരു കണക്ഷനുള്ളൂ, അള്ളാഹുവിന്റെ വഹി മാത്രം. അതല്ലാത്തൊരു കണക്ഷൻ ഇല്ല എന്നാണ് ഈ ആയത്തും ഈ സംഭവം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്.